നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 29 ബുധനാഴ്ചയാണ്. ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്ത മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. നിഫ്റ്റി ഇന്നലത്തെ ലോയിൽ നിന്നും നല്ലൊരു റിക്കവറി നടത്തിയെങ്കിലും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ നിഫ്റ്റി ബാങ്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് വരാം. സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപകരുടെ ചെലവ് കുറയ്ക്കുന്നതിനുമായി മ്യൂച്വൽ ഫണ്ട് ഫീസ് ഘടനയിൽ പൂർണ്ണമായ നവീകരണം സെബി നിർദ്ദേശിക്കുന്നു. ചിലവ് അനുപാത പരിധികൾ ഇപ്പോൾ നിയമപരമായ ലെവികൾ ഒഴികെയുള്ളതായിരിക്കും. ഇത് ചാർജുകൾ കൂടുതൽ സുതാര്യമാക്കുന്നു. ബ്രോക്കേജ് ഫീസ് ക്യാഷ് മാർക്കറ്റിൽ 12 BPS നിന്ന് 2 BPS കുറയ്ക്കുകയും ഡെറിവേറ്റീവ് മാർക്കറ്റുകളിൽ 5 BPS നിന്ന് 1 BPS കുറയ്ക്കുകയും ചെയ്തു. ഏതായാലും ഈ ഒരു വാർത്ത അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെ സംബന്ധിച്ചും ബ്രോക്കേജ് ഫേംസിനെ സംബന്ധിച്ചും കുറച്ച് പ്രഷർ ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും HDFC AMC ഒക്കെ ഇന്ന് ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി ഇന്നലെ പുറത്തു വന്നൊരു ഡാറ്റയിലേക്കാണ്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വാർത്ത ഇതാണ്. വ്യാവസായിക ഉൽപ്പാദനം, അതായത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. സെപ്റ്റംബറിൽ 4% വർധനവാണ് ഡാറ്റയിൽ കാണിക്കുന്നത്. ഇത് 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്ക് കൂടിയാണ്. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ കുതിച്ചുചാട്ടം തന്നെയാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. സെപ്റ്റംബറിൽ 10.2% വളർച്ചയാണ് കാണിക്കുന്നത്. ഓഗസ്റ്റിൽ അത് 3.5% മാത്രമായിരുന്നു. ഖനന മേഖലയിലാണ് ഒരു ഇടിവ് കാണുന്നത്. ഖനന ഉൽപ്പാദനം ഓഗസ്റ്റിൽ 6.6% വളർച്ചയിൽ നിന്ന് 0.4% കുറഞ്ഞു. വൈദ്യുതി മേഖലയിലും ഒരു മാന്ദ്യം തന്നെയാണ് കാണുന്നത്. വൈദ്യുതി മേഖലയുടെ വളർച്ച ഓഗസ്റ്റിലെ 4.1% നിന്ന് 3.1% കുറഞ്ഞു. ഏതായാലും ഈ സെക്ടറിൽ വരുന്ന കമ്പനികൾ ഇന്ന് നമ്മൾ പ്രത്യേകം ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. അടുത്തതായി BPCL ഇന്ത്യൻ ഓയിൽ എന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. ആന്ധ്രാപ്രദേശിലെ രാമയപട്ടണത്ത് 1 ലക്ഷം കോടി രൂപയുടെ റിഫൈനറി പെട്രോ കെമിക്കൽ സമുച്ചയം നിർമ്മിക്കുന്നതിനായി BPCLും ഓയിൽ ഇന്ത്യയും ഒരു നോൺ ബൈൻഡിംഗ് കരാറിൽ ഒപ്പുവെച്ചു. ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 9 മുതൽ 12 ദശലക്ഷം ടണ്ണാണ്. പദ്ധതിക്ക് 6000 ഏക്കർ ഭൂമിയും പ്രധാന നിയമപരമായ അനുമതികളും ലഭിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ ഒരു വാർത്തയും BPCLനെയും ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. കമ്പനികൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ആദ്യം US മാർക്കറ്റിലേക്ക്. എൻവിഡിയയുടെ ഓഹരികൾ ഉയർന്നതിനെ തുടർന്ന് ചൊവ്വാഴ്ച USലെ 3 പ്രധാനപ്പെട്ട സ്റ്റോക്ക് സൂചികകളും വീണ്ടും റെക്കോർഡ് ഉയരത്തിലെത്തി. US ഊർജ്ജ വകുപ്പിനായി 7 AI സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. കൂടാതെ AI ചിപ്പുകൾക്കായി $500 ബില്യൺ ഓർഡറുകളും കമ്പനിക്കുണ്ട്. ഇതുകൂടാതെ ഈ ആഴ്ച വലിയ ടെക് കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരാഴ്ച കൂടിയാണ്. ഇതൊക്കെ കാരണം തന്നെയാണ് ഇന്നലെ വിപണികൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണമായത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എൻവിഡിയ ഏകദേശം 5% നേട്ടമുണ്ടാക്കി. മൈക്രോസോഫ്റ്റ് പുതിയൊരു ഡീൽ ലഭിച്ചതോടെ 2% നേട്ടമുണ്ടാക്കി. ഇനി ഈ ആഴ്ച റിസൾട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടെക് കമ്പനികളിൽ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ, മെറ്റ പ്ലാറ്റ്ഫോം തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ റിസൾട്ട് വരുന്ന ആഴ്ചയാണ്. ഇനി ഇന്നാണ് USൽ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് നടക്കുന്നത്. 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതിലും കൂടുതലുള്ള ഒരു റേറ്റ് കട്ടിലേക്ക് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. യൂറോപ്യൻ വിപണിയിലേക്ക്. ഇന്നലെ മിക്സഡ് ആയിട്ടാണ് യൂറോപ്യൻ വിപണികൾ ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഫ്രാൻസ്, യൂറോപ്യൻ വിപണികളിലേക്ക്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും UK മാർക്കറ്റ് FTSE പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ കണ്ട ആ ഒരു പോസിറ്റിവിറ്റി ഗോൾഡിൽ ഇപ്പോൾ കാണാനില്ല. കൂടാതെ $4000 താഴെയായിട്ടാണ് ഇന്നും ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് 3 ആഴ്ചത്തെ താഴ്ന്ന നിലയിലാണ്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 88,600 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,12,000 ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. 2 കാരണങ്ങളാണ് ഓയിൽ പ്രൈസുകൾ ഇപ്പോൾ ഇടിയാനുള്ള കാരണങ്ങൾ ഉണ്ടായത്. റഷ്യയിലെ 2 മുൻനിര എണ്ണ കമ്പനികൾക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയതും കൂടാതെ OPEC+ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്നുള്ള ആശങ്കകളും തന്നെയാണ് ഇപ്പോൾ ഓയിൽ പ്രൈസുകൾ ഇന്നലെയും ഇടിയാൻ കാരണമായത്. തുടർച്ചയായിട്ടുള്ള 3ാമത്തെ ദിവസമാണ് ഇടിയുന്നത്. ഇന്നലെ 2% ഇടിവാണ് ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉണ്ടാക്കിയത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്ത് പോയിരിക്കുന്നത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 55% ഡിസ്കൗണ്ടോട് കൂടി വെറും 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമാണുള്ളത്. എല്ലാവരും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റുകളിൽ ഹിറ്റ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള ട്രേഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ വിവരങ്ങളും അറിയുന്നതിനായി തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ശ്രീ സിമന്റ്. നെറ്റ് പ്രോഫിറ്റിൽ 303% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 308.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.4% വർധനവും എബിറ്റയിൽ 58.8% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. മികച്ച റിസൾട്ട് തന്നെയാണ്. അടുത്തത് ജിൻഡാൽ സ്റ്റീൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 25.9% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 638.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.2% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ടാറ്റ ക്യാപിറ്റൽ എന്ന കമ്പനിയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 17% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1128 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 23% വർധനവും നെറ്റ് ടോട്ടൽ ഇൻകത്തിൽ 28% വർധനവുമാണ് കമ്പനി ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും 22% വർധനവ് തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 45.1% വർധനവ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിലുണ്ടായി. 566 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 18% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്ത പ്രീമിയർ എനർജീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 71.6% വർധനവ് വന്നിരിക്കുന്നു. 353.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.3% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്ത DCM ശ്രീരാം എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 151.2% വർധനവ് വന്നിരിക്കുന്നു. 158 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.7% വർധനവ് വന്നു. 3432.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഐഡിയ ഫോർജ് ടെക്നോളജീസ് എന്ന കമ്പനി. നെറ്റ് ലോസ് വർദ്ധിച്ചിരിക്കുകയാണ്. 19.6 കോടി രൂപയിലാണ് ലോസ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 13.7 കോടി രൂപ ആയിരുന്നു ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ പക്ഷേ 9.9% വർധനവാണ് വന്നിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമൊന്ന് പറയാം. ലാർസൻ ആൻഡ് ടുബ്രോ, കോൾ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, LIC ഹൗസിംഗ് ഫിനാൻസ്, PB ഫിൻടെക്, APL അപ്പോളോ ട്യൂബ്സ്, അപ്പോളോ പൈപ്സ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ്, ബ്രിഗേഡ് എന്റർപ്രൈസസ്, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, NMDC, NTPC ഗ്രീൻ എനർജി, ക്യൂസ് കോർപ്പ്, റൈഡിക്കോ കൈത്താൻ, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സെയിൽ, സനോഫി ഇന്ത്യ, യുണൈറ്റഡ് ബ്രിവറീസ്, വരുൺ ബിവറേജസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs വലിയ ബൈയിങ് ആണ് ഇന്നലെ നടത്തിയിരിക്കുന്നത്. 10,340 കോടി രൂപയുടെ ബൈയിങ് ആണ് FIS നടത്തിയത്. DIS ആവട്ടെ 1082 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,936 30 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ഇപ്പോഴൊരു സൈഡ് വൈസിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസങ്ങളായി ട്രേഡ് ചെയ്യുന്നത് 25,679നും 26,136നും ഇടയിലാണ്. ഇവിടെ നിന്നും അപ്സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ, അതായത് ഓൾ ടൈം ഹൈ ലെവലൊക്കെ കഴിഞ്ഞ് അതിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ മാത്രമേ അപ്സൈഡിലേക്ക് നമുക്ക് ഇനി ഫോക്കസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഡൗൺ സൈഡിൽ 25,679 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,950 സ്ട്രൈക്കിൽ 26% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് അൺവൈൻഡിങ് ആണ്. കോൾ സൈഡിൽ 250% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,900 സ്ട്രൈക്കിൽ 15% ഇടിവ്, പുട്ട് സൈഡിൽ ഒരു ലോങ് അൺവൈൻഡിങ് നടക്കുന്നു. കോൾ സൈഡിൽ 48% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 26,000 സ്ട്രൈക്കിൽ 61% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് അൺവൈൻഡിങ് തന്നെ. കോൾ സൈഡിൽ വെറും 2% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കിംഗ് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് കുറച്ചുകൂടി ശക്തമാണ് എന്ന് തന്നെയാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് മറ്റ് ചില കാര്യങ്ങൾ പറയാനുള്ളത്, 26,000 എന്നത് പ്രധാനപ്പെട്ട ഒരു ലെവലായി നിഫ്റ്റിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 26,000 മുകളിലായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നലത്തെ ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് 26,042 ആയിരുന്നു. പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല. പിന്നീട് താഴെ ഡൗൺ ആയി 25,936 ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് 25,810 ആയിരുന്നു. അവിടെ നിന്നും ഏകദേശം ഒരു 140 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു റിക്കവറി നിഫ്റ്റിക്ക് നടത്താൻ കഴിഞ്ഞു എന്നത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയായി കാണാം.
അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000 തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,214 100 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ റാലി തുടരണമെങ്കിൽ ഒക്ടോബർ 23 ഹൈ ആയിട്ടുള്ള 58,600 ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 57,135 മന്ത്ലി സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒക്ടോബർ മാസത്തിൽ മാത്രം 6% നേട്ടമാണ് ഉണ്ടാക്കിയത്. കൂടാതെ ഹയർ ലോ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.